ശബരിമലയിൽ ഏതായാലും യുവതീ പ്രവേശനത്തെ തുടർന്ന് നടയടച്ച് ശുദ്ധികർമ്മങ്ങൾ ചെയ്ത തന്ത്രിക്ക് അന്നത്തെ ദേവസ്വം ബോർഡ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നതാണ്. നിയമിക്കാൻ അധികാരമുണ്ടെങ്കിൽ തന്ത്രിയെ മാറ്റാനും ദേവസ്വം ബോർഡിന് കഴിയുമെന്ന് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും നിലപാടെടുത്തിരുന്നു. തന്ത്രിയെ മാറ്റണമെന്ന രീതിയിലുള്ള ചർച്ചകൾ വീണ്ടും സജീവമാകുമ്പോൾ എന്താകും ഇപ്പോഴത്തെ സർക്കാരിന്റെ നിലപാടെന്ന് നമുക്കറിയണം. തന്ത്രിയെ മാറ്റുന്നത് ദേവസ്വം ബോർഡ് തീരുമാനിക്കേണ്ട വിഷയമാണെന്നും തന്നെ മാറ്റി മകനെ വെക്കണമെന്ന് തന്ത്രി തന്നെ പറഞ്ഞുവെന്നും ദേവസ്വം മന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. അല്ല, അതൊന്നും സർക്കാരിൻ്റെ മുമ്പിലുള്ള കാര്യങ്ങളല്ല. അത് ദേവസ്വം ബോർഡ് തീരുമാനിക്കേണ്ട വിഷയമാണ്. ഇവിടെ ഒരു പ്രശ്നം വന്നിട്ടുള്ളത്, ഇപ്പോൾ താഴമൺ തന്ത്രി സംശയത്തിൻ്റെ നേരിലാണ്. അതുകൊണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞു എന്നെ മാറ്റി എൻ്റെ മകനെ വെക്കണമെന്ന്. ഇപ്പോൾ ദേവസ്വം ബോർഡിന് തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. ദേവസ്വം ബോർഡ് അത് ഹൈക്കോടതിന് വിട്ടു. അത് ബോർഡിൻ്റെ ശരിയേട്. കാരണം അവർക്കൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഇത്തവണ പൂജയ്ക്ക് തന്ത്രി വേണം. അത് ബോർഡ് ഉത്തരവാദിത്തം കൈവിടുന്നു. അപ്പോൾ അതിൻ്റെ കാരണം എന്താ അറിയോ? കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുന്നതുകൊണ്ട് ആ പേര് പറഞ്ഞ് ദേവസ്വം ബോർഡും കൈ കഴുകുന്നു, ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ കഴിയുന്നു. ആ ഒരു അവസ്ഥ മാറണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സുനിഷ അയ്യലൂരാണ് ചേരുന്നത്. സുനിഷ, പുതിയ സർക്കാർ അധികാരമേറ്റ് 2 മാസം ആയതേയുള്ളൂ. ഏതായാലും മണ്ഡല പൂജയൊക്കെ വരാനിരിക്കുമ്പോൾ അതിനു മുൻപ് ഇക്കാര്യങ്ങളിലൊക്കെ തീരുമാനമാകണം. സർക്കാർ നിലപാട് എന്താണ് ഇതിൽ? ദേവസ്വം ബോർഡ് തീരുമാനമെടുക്കട്ടെ എന്നത് മാത്രമാണോ? സർക്കാരിന് ഇക്കാര്യത്തിലുള്ള ഒരു അഭിപ്രായം എന്താണ്? വിനീത, നിലവിലിപ്പോൾ ദേവസ്വം ബോർഡ് തീരുമാനമെടുക്കട്ടെ എന്നുള്ളതാണ് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായും തന്ത്രിയെ മാറ്റണമെന്ന ചർച്ച വരുമ്പോൾ ദേവസ്വം ബോർഡിനെ പോലെ പ്രധാനപ്പെട്ടത് തന്നെയാണ് സർക്കാരിന്റെ നിലപാട് എന്നുള്ളതാണ്. അതുകൊണ്ട് സർക്കാർ ഈ വിഷയത്തിൽ ഏതായാലും കടുത്ത നിലപാടിലേക്ക് കടക്കുന്നു എന്ന് പറയാനാകില്ല എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ UDF പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് തന്നെ തന്ത്രിക്കെതിരെ കേസ് വന്നപ്പോൾ ഏറ്റവും അധികം ഒരുപക്ഷെ ഇതിനെ വിമർശിച്ചത് കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവരാണ്. അന്ന് തന്ത്രിയെ കുടുക്കി മന്ത്രിയെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നതടക്കമുള്ള ആരോപണങ്ങൾ അത് കെ മുരളീധരന്റെ ഭാഗത്തു നിന്നും ഉയരുകയും ചെയ്തിരുന്നു. അവിടെ നിന്നും ഇപ്പോൾ മന്ത്രിയായി കെ മുരളീധരൻ എത്തുമ്പോൾ സ്വാഭാവികമായും ഒരു കടുത്ത നിലപാടിലേക്ക്, അല്ലെങ്കിൽ ഈ കണ്ഠരര് രാജീവർക്കെതിരെ ഒരു കടുത്ത നിലപാട് പറയുന്ന ഒരു കാര്യം അത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് SITയുടെ പല അന്വേഷണങ്ങളെയും വിമർശിച്ചത് കെ മുരളീധരൻ തന്നെയാണ്. പല ഘട്ടങ്ങളിലും ഈ രീതി, അന്വേഷണ രീതി അത് ശരിയായ ദിശയിലേക്കാണോ എന്നതടക്കമുള്ള സംശയങ്ങൾ പ്രകടിപ്പിക്കുക കൂടി ചെയ്തിരുന്നു കെ മുരളീധരൻ എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു കടുത്ത നിലപാട് എടുക്കുന്നില്ല. പകരം അദ്ദേഹം പറഞ്ഞതുപോലെ സ്വാഭാവികമായും നിലവിൽ ഇപ്പോൾ സംശയ നിഴലിലാണ്. സ്വാഭാവികമായും തീരുമാനമെടുക്കേണ്ടത് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡ് അത് ഹൈക്കോടതിക്ക് വിടുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ മകനെ നിയമിക്കൂ എന്നുള്ളൊരു ആവശ്യം നേരത്തെ തന്നെ കണ്ഠരര് രാജീവര് മുന്നോട്ട് കത്തായി തന്നെ നൽകുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി മകനെ തന്നെ വെക്കുക എന്നുള്ളൊരു തീരുമാനം അതിനോടുകൂടെ യോജിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ സമയത്തും കടുത്ത ഒരു നിലപാട് ഈ പറഞ്ഞതുപോലെ തന്ത്രിക്ക് എടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത്. ഒപ്പം തന്നെ സർക്കാർ മാറി നിന്നുകൊണ്ട് അത് ഈ ദേവസ്വം ബോർഡ് എടുക്കേണ്ട തീരുമാനമല്ലേ എന്നൊരു നിലപാടിലേക്ക് കൂടി എത്തുന്നത് തന്നെയാണ് ഇന്ന് മന്ത്രി കെ മുരളീധരന്റെ പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും നിലവിൽ മന്ത്രി പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡ് എടുക്കേണ്ട തീരുമാനമല്ലേ, അത്തരത്തിലൊരു തീരുമാനം എടുക്കട്ടെ, ഉചിതമായൊരു തീരുമാനം കൈക്കൊള്ളട്ടെ എന്നുള്ളതാണ് മന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാകുന്നത്. വിനീത, ശരി. സുനിഷ അയ്യലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇത് നമുക്ക് അറിയേണ്ടത് എന്താണ് ദേവസ്വം ബോർഡിന്റെ നിലപാട് എന്നതാണ്.